യെശയ്യാവിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, രക്ഷിക്കാൻ കഴിയാതെ വണ്ണം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ വണ്ണം കർത്താവ് എന്തുകൊണ്ടാണ് കൈ നീട്ടാതിരിക്കുന്നത്? കർത്താവിൻ്റെ കൈ കുറുകിപ്പോയോ? ഇല്ല. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ പറ്റാതെ വണ്ണം അവന് കേൾവിക്കുറവുണ്ടോ? അതുമില്ല. പക്ഷെ ദൈവം നിങ്ങളുമായിട്ട് ഭിന്നിച്ചുപോയി. കൂട്ടുകാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പിണങ്ങിയതുപോലെ ദൈവവും നിങ്ങളുമായിട്ട് അകൽച്ച വന്നു. കാരണം പാപം, അകൃത്യം. ഇത് പണ്ടുതൊട്ടേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പാപവും അകൃത്യമാണ്. പക്ഷെ ഇവിടെ പറയുന്ന പാപം എന്താണ്? താഴത്തോട്ട് വായിച്ചാൽ അറിയാം, നീതിയുമില്ല, സത്യവുമില്ല. യോഹന്നാൻ അത് തൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കി. നിങ്ങൾക്ക് പാപം ഉണ്ടെന്നൊന്ന് സമ്മതിക്കാമോ? നിങ്ങൾ പാപം ചെയ്തിട്ടില്ല എന്ന് പറയാതിരിക്കാമോ? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയാമോ? വിഷയം അവിടെ തീരുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് സമാധാനം പ്രാപിക്കാം, കൃപയിലേക്ക് പ്രവേശനം പ്രാപിക്കാം, തേജസ്സിൻ്റെ പ്രത്യാശ പ്രാപിക്കാം.